മുണ്ടക്കയം സെന്റ് മേരീസ്, സെന്റ് ജോസഫ്, പരിശുദ്ധ വ്യാകുലമാതാ ഫെറോന എന്നീ കത്തോലിക്ക ഇടവകകളുടെ സംയുക്ത തിരുനാൾ ഫെബ്രുവരി 1 മുതൽ 8 വരെ നടക്കുമെന്ന് ഇടവക വികാരിമാരായ ഫാദർ ഡെന്നിസ് കണ്ണമാലിയിൽ, ഫാദർ ജെയിംസ് മുത്തനാട്ട്, ഫാദർ മത്തായി മണ്ണൂർ വടക്കേതിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡോൺ മറ്റക്കരത്തുണ്ടിയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക സഭയിലെ 3 റീത്തുകളിലും പെട്ട മുണ്ടക്കയം സെന്റ് മേരീസ്, അതുപോലെ മുണ്ടക്കയം സെന്റ് ജോസഫ്സ്, മുണ്ടക്കയം പരിശുദ്ധ വ്യാകുലമാതാ ഫൊറോന പള്ളി, ഈ 3 പള്ളികളും ചേർന്ന് എല്ലാ വർഷവും നമ്മുടെ ഈ ദേശത്തിൽ വലിയ ഉത്സവമായി ഒരാഴ്ചക്കാലം നടത്തപ്പെടുന്ന ഈ സംയുക്ത തിരുനാൾ 46-ാം വർഷം 46-ാമത് സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾ ഈ വരുന്ന ഫെബ്രുവരി മാസം 1-ാം തീയതി ഞായറാഴ്ച മുതൽ 8-ാം തീയതി ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ സാഘോഷം നടത്തപ്പെടുകയാണ്. പതാക ഉയർത്തലോടുകൂടി 3 റീത്തിലുമുള്ള വൈദികരും കമ്മിറ്റി അംഗങ്ങളും വിശ്വാസികളും ചേർന്ന് പതാക ഉയർത്തുന്നു. അതുപോലെ രൂപതയിലെ ഏറ്റവും പ്രഗത്ഭരായ വൈദികർ ഈ ദിവസങ്ങളിലൊക്കെ ദീപബലിക്കായിട്ട് വരുന്നു. വൈകുന്നേരം 5:30 മണിക്കാണ് ദീപബലി അർപ്പിക്കപ്പെടുക. നമുക്ക് സമാപന ദിനത്തിൽ 8-ാം തീയതി നമ്മൾക്ക് 10 മണിക്കുള്ള ആഘോഷമായ ദീപബലിക്ക് രൂപതയുടെ സ്കൂളുകളിലെ കോർപ്പറേറ്റ് മാനേജർ റവറൻ ഡോക്ടർ ആന്റണി ജോർജ് പാട്ടപ്പറമ്പിലിൻ്റെ നേതൃത്വത്തിലാണ് ദീപബലി അർപ്പിക്കപ്പെടുക. കഴിഞ്ഞ 46 വർഷമായി മുണ്ടക്കയത്ത് കത്തോലിക്ക ഇടവകകൾ സംയുക്തമായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. റീത്ത വ്യത്യാസങ്ങൾക്കും ആരാധനാക്രമ വൈവിധ്യങ്ങൾക്കും അതീതമായി ഇടവക മധ്യസ്ഥരുടെ തിരുനാൾ സംയുക്തമായി ആഘോഷിക്കുന്ന മുണ്ടക്കയത്തെ 3 കത്തോലിക്ക റീത്തുകളിൽപ്പെട്ട ഇടവകകൾ ഭാരത ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാതൃകയാണ്. 1-ാം തീയതി രാവിലെ 5:30 ബഹുമാനയുടെ വികാരിയച്ഛൻ്റെ വിശുദ്ധ കുർബാനയെ തുടർന്ന് 7 മണിയോടുകൂടി സംയുക്ത തിരുനാളിൻ്റെ കൊടിയേറ്റ് സീറോ മലബാർ സിറിയൻ കാത്തലിക് പള്ളിയായ വ്യാകുലമാതാ ഫൊറോന പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. അതേ തുടർന്ന് 7:15-നും 9:30-ക്കും വിശുദ്ധ കുർബാന തിരുനാളിൻ്റെ ആഘോഷമായ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. വൈകുന്നേരം 4 മണിക്കും അന്നേ ദിവസം പരിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. 2-ാം തീയതി മുതൽ 7-ാം തീയതി വരെ രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് പരിശുദ്ധ ദേവമാതാവിൻ്റെ നൊവേന പ്രാർത്ഥനകളും ഉണ്ടായിരിക്കുന്നതാണ്. 5-ാം തീയതി വ്യാഴാഴ്ച സംയുക്ത തിരുനാൾ കുർബാന ലാറ്റിൻ ക്രമത്തിൽ വ്യാകുലമാതാ ഫൊറോന പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. അതിനെ തുടർന്ന് 6:30-ന് ഇടവകയിലെ വിവിധ വയോജനങ്ങൾ ഒന്നു ചേർന്ന് നടത്തുന്ന കലാസന്ധ്യയും അതോടൊപ്പം തന്നെ നടത്തപ്പെടുന്നതാണ്. 6-ാം തീയതി പരിശുദ്ധ കുർബാന നമ്മുടെ ലാറ്റിൻ പള്ളിയിൽ വെച്ച് മലകര ക്രമത്തിൽ നടത്തപ്പെടുന്നതാണ്. 7-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30-ന് പ്രായമായവർക്കും രോഗികൾക്കും വേണ്ടിയുള്ള പരിശുദ്ധ കുർബാന തെക്കേമല 1980-ൽ സെന്റ് മേരീസ് ലത്തീൻ പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച കരിസ്മാറ്റിക് നവീകരണം മുണ്ടക്കയം പ്രദേശത്തെ ജനങ്ങളുടെ ഇടയിൽ ഒരു പുത്തൻ ആത്മീയ ഉണർവ് പകർന്നു. ഈ കാലഘട്ടത്തിൽ വ്യാകുലമാതാ ഫൊറോന പള്ളി വികാരി ഫാദർ ജോസഫ് പുല്ലുകാട്ടിൽ അച്ഛൻ, ലത്തീൻ പള്ളിയിലെ ജോസഫ് നെടുനിലത്ത് അച്ഛൻ, സീറോ മലങ്കര സെന്റ് ജോസഫ് പള്ളിയിലെ തോമസ് കോട്ടയിൽ അച്ഛൻ എന്നിവരായിരുന്നു സംയുക്ത തിരുനാളിന് തുടക്കം കുറിച്ചത്. 50 നോയമ്പിന് തുടക്കം കുറിക്കുന്നതിന് തലേ ഞായറാഴ്ചയാണ് സംയുക്ത പ്രദക്ഷിണവും പ്രധാന തിരുനാൾ ദിനവും നടക്കുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള ഒരു സംയുക്ത പെരുന്നാൾ ആരംഭിക്കുക. അന്ന് ഈ പ്രദേശത്തെ വികാരിമാരായിരുന്ന, പ്രത്യേകിച്ച് വ്യാകുലമാതാ ഇടവകയിലെ വികാരി ജോസഫ് പുല്ലുകാട്ടച്ചൻ, ലത്തീൻ പള്ളിയിലെ വികാരിയച്ഛൻ ജോസഫ് നടുവിലേടത്തച്ഛൻ, സെൻറ്റ് ജോസഫ് പള്ളിയിലെ വികാരി തോമസ് കോട്ടലച്ചൻ എന്നിവർ തുടക്കം കുറിച്ച പെരുന്നാളാണ് ഇന്ന് 46-ാം വർഷത്തിൽ എത്തി നിൽക്കുക. ഈ തിരുനാളിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ ദേശത്തെ മുഴുവൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ മുണ്ടക്കയം പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തെ മുൻനിർത്തിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാ സ്ഥാപനങ്ങളും ഭവനങ്ങളും നമ്മൾ കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങളും ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരും അനുഗ്രഹിക്കപ്പെടണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ പറഞ്ഞപ്പോൾ പ്രധാന തിരുനാൾ ദിനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. 8-ാം ദിവസത്തെ പരിശുദ്ധ കുർബാന 2 മണിക്ക് 2:30-ന് ആരംഭിക്കുന്നു. അത് തിരുവല്ല അതിരൂപതയിൽ നവവൈദികരിൽ ഒരാളായ ബഹുമാനപ്പെട്ട തോമസ് പുതുപ്പറമ്പിലച്ഛനാണ് നടത്തുക. അതിനുശേഷം സെമിത്തേരിയിൽ സന്ദർശനവും ധൂപ്രാർത്ഥനയും നടത്തി ആഘോഷമായ
റാസ അഥവാ പ്രദക്ഷിണത്തിലേക്ക് ഇറങ്ങുന്നു. ജെംസ് തോമസ് ഓലിക്കൽ, ഷാജി ചാണ്ടി തുണ്ടിയിൽ, റെജി ചാക്കോ പുത്തൻപുരിക്കൽ, റെജി വടക്കേൽ, ബെന്നി വടക്കേടത്ത്, സജീവ് എം ജോൺ കരിക്കിനേത്ത്, ജെജി പോൾ പാറയിന്മേൽ, റോബിൻ സ്രാമ്പിക്കൽ, ജോസഫ് ആൻ്റണി, സണ്ണി ചാണ്ടി തുണ്ടിയിൽ, ജോസഫ് ചാക്കോ പുതുപ്പറമ്പിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.